വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവെ, അങ്ങയുടെ തിരുവചനം ഞങ്ങൾ ഓർമ്മിക്കുന്നു. ഏശയ്യാ പ്രവചനം 48-ാം അധ്യായം 17-ാം തിരുവചനം. നിനക്ക് നന്മയായുള്ളത് പഠിപ്പിക്കുകയും നീ നടക്കേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ കർത്താവാണ് ഞാൻ. ഈ വരുന്ന നിമിഷങ്ങളിൽ ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് നന്മയായുള്ളത് പഠിപ്പിക്കുന്ന ദൈവമേ, ഞങ്ങൾ നടക്കേണ്ട വഴിയിലൂടെ ഞങ്ങളെ നയിക്കുന്ന തമ്പുരാനെ, ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയെ അങ്ങ് പവിത്രീകരിക്കണമേ. അങ്ങയുടെ തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് അങ്ങയുടെ സ്വരത്തിനായി ഞങ്ങളുടെ കാതുകളും ഹൃദയവും തുറന്ന് അങ്ങയെ മഹത്വപ്പെടുത്താൻ ഞങ്ങളെ അനുവദിക്കണമേ. ഈ നിമിഷങ്ങളിൽ ലോകം മുഴുവൻ വചന ശുശ്രൂഷയിൽ ആയിരിക്കുന്ന എല്ലാ ഇടങ്ങളെയും സമർപ്പിക്കുന്നു. അവിടമെല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ. അങ്ങയുടെ വചനം ശ്രവിക്കുന്ന, പ്രത്യേകിച്ച് ഈ വചന ശുശ്രൂഷയുടെ ഭാഗമാകുന്ന ഓരോ വ്യക്തിയും അങ്ങയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെടട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ വഴി നടത്തപ്പെടട്ടെ. ഈശോയെ, അങ്ങയുടെ വലതുകരം ഉയർത്തി ഇപ്പോൾ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷത്തിൽ നിന്നും ഒരു വചനഭാഗം ധ്യാനിക്കാം. 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. അവർ കടലിൻ്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്ത് കളയുകയും ചെയ്തിരുന്നു. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. രാപ്പകൽ അവൻ കല്ലറകൾക്കിടയിലും മലകളിലുമായിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അകലെ വച്ചു തന്നെ അവൻ യേശുവിനെ കണ്ട് ഓടി വന്ന് അവനെ പ്രണമിച്ചു. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? ദൈവത്തെ കൊണ്ട് ആണയിട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, അങ്ങ് എന്നെ പീഡിപ്പിക്കരുതേ. കാരണം അശുദ്ധാത്മാവെ, ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരൂ എന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. നിന്റെ പേരെന്താണ്? യേശു ചോദിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ പേര് ലെഗിയോൻ, ഞങ്ങൾ അനേകം പേരുണ്ട്. തങ്ങളെ നാട്ടിൽ നിന്നും പുറത്താക്കരുതേ എന്ന് അവൻ കേണപേക്ഷിച്ചു. വലിയ ഒരു പന്നിക്കൂട്ടം മലയരികിൽ മേയുന്നുണ്ടായിരുന്നു. ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക, ഞങ്ങൾ അവയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ എന്ന് അവർ അപേക്ഷിച്ചു. അവൻ അനുവാദം നൽകി. അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. ഏകദേശം 2000 പന്നികളുണ്ടായിരുന്നു. അവ കിഴക്കാന്തൂക്കായ തീരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചെത്തു. പന്നികളെ മേയിച്ചുകൊണ്ടിരുന്നവർ ഓടിപ്പോയി നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും വിവരമറിയിച്ചു. സംഭവിച്ചതെന്തെന്ന് കാണാൻ ജനങ്ങൾ വന്നുകൂടി. അവർ യേശുവിൻ്റെ അടുത്തെത്തി. ലെഗിയോൻ ആവേശിച്ചിരുന്ന പിശാചുബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. അവർ ഭയപ്പെട്ടു. പിശാചുബാധിതനും പന്നികൾക്കും സംഭവിച്ചത് കണ്ടവർ അക്കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. തങ്ങളുടെ പ്രദേശം വിട്ടുപോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു. പ്രിയമുള്ളവരെ, വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷത്തിലെ ഏറെ പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണ് ഇത്. പിശാചുബാധിതനായ ഒരു മനുഷ്യന് യേശു സൗഖ്യം നൽകുന്നത്, വിടുതൽ നൽകുന്നത് വളരെ മനോഹരമായി വചനം നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ വ്യക്തിയുടെ ജീവിതം
എത്ര ഭയാനകമായിരുന്നു, ഈ വ്യക്തിയിൽ തിന്മ എത്രമാത്രം ആവേശിച്ചിരുന്നു എന്നുള്ളത് വചനം നമ്മുടെ മുൻപിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇങ്ങനെയാണല്ലോ പറയുക, അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്ത് കളയുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, ഈ മനുഷ്യൻ വസിച്ചിരുന്നത് ശവകുടീരങ്ങൾക്ക് നടുവിലാണ്. ഒപ്പം തന്നെ മുറിപ്പെടുത്തും, ഉച്ചത്തിൽ അലറി വിളിക്കും. അങ്ങനെ തിന്മയുടെ പൈശാചികമായ എല്ലാ ഭാവങ്ങളും അവൻ്റെ ഓരോ ചലനത്തിലും കാണാൻ കഴിയും. പക്ഷേ യേശു ആ മനുഷ്യന് കൊടുക്കുന്നത് വളരെ വലിയ ഒരു അനുഗ്രഹമാണ്. ദൈവപുത്രൻ കടന്നു വരുന്നിടത്ത് പിശാചിന്, തിന്മയ്ക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വചനം നമ്മെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ആ മനുഷ്യനിൽ നിന്നും പുറത്തേക്ക് വരാൻ ദൈവനാമത്തിൽ കൽപ്പിക്കുന്ന യേശുവിനെയാണ് നമ്മൾ കാണുക. അവ പിശാച് ചെന്ന് കയറുന്നത് പന്നിക്കൂട്ടത്തിലാണ്. 2000-ഓളം പന്നികൾ കടലിൽ മുങ്ങിച്ചത്തു എന്ന് നാം വായിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ 2000-ഓളം പന്നികൾ നഷ്ടപ്പെട്ട ഒരു ജനത്തെയാണ് പിന്നീട് വചനം നമ്മുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുക. ഈ ജനം എപ്രകാരമാണ് യേശുവിൻ്റെ അടുക്കൽ വന്ന് സംസാരിക്കുന്നത്, ഈ ജനം എപ്രകാരമാണ് യേശുവിൻ്റെ സാന്നിധ്യത്തെ നോക്കിക്കാണുന്നത് എന്നുള്ളത് ഏറെ പ്രധാനമാണ്. കാരണം ഈ മനുഷ്യന് സൗഖ്യം ലഭിച്ചത്, ഈ പന്നിക്കൂട്ടം ചത്തൊടുങ്ങിയത് ഒക്കെ കണ്ടുനിന്ന കുറേ ആളുകളുണ്ട്. ഇത്ര വലിയ ഒരു അത്ഭുതം തങ്ങളുടെ കൺമുൻപിൽ നടക്കുന്നത് ആ മനുഷ്യർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ വ്യക്തിയുടെ ജീവിതം ഇതുവരെ എങ്ങനെയായിരുന്നുവെന്ന് വ്യക്തമായ ധാരണ അവർക്കുണ്ട്. അവർക്കാർക്കും ഒരു തരത്തിലും നിയന്ത്രിക്കാൻ കഴിയാതിരുന്ന ഈ മനുഷ്യൻ, തിന്മ അത്രമാത്രം ഗ്രസിച്ചിരുന്നു എന്ന് ഉറപ്പുള്ള ഈ വ്യക്തി ഇപ്പോൾ ഇതാ സൗഖ്യം പ്രാപിച്ച് തമ്പുരാൻ്റെ മുൻപിൽ നിൽക്കുന്നു, അവരുടെ കൺമുൻപിൽ ഇരിക്കുന്നു. എത്ര വലിയ അനുഗ്രഹമാണ് ദൈവം ആ മനുഷ്യന് ഒരുപക്ഷെ ആ ദേശത്തിന് നൽകിയതെന്ന് ഈ ജനം കണ്ടു. ഇവരിത് മറ്റുള്ളവരെ അറിയിക്കുകയാണ്. അവർ അവിടേക്കെത്തുമ്പോൾ ഈ മനുഷ്യനെ സുബോധത്തോടെ വസ്ത്രം ധരിച്ച് കാണുന്നു. പക്ഷേ തൊട്ടടുത്ത പ്രതികരണം ഇതാണ്. ഇങ്ങനെയാണല്ലോ നമ്മൾ വായിക്കുക, തങ്ങളുടെ പ്രദേശം വിട്ടുപോകണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു. പ്രിയമുള്ളവരെ, എത്ര വേദനാജനകമായ ഒരു കാര്യമാണ്. തങ്ങളുടെ പ്രദേശം വിട്ടുപോകണമെന്ന്, ഇനി നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ലെന്ന് ഈ ജനം യേശുവിനോട് പറയുകയാണ്. തുടർന്ന് നമ്മൾ ഇങ്ങനെ വായിക്കും, അവർ വഞ്ചിയിൽ കയറാൻ തുടങ്ങിയപ്പോൾ പിശാച് ബാധിച്ചിരുന്ന മനുഷ്യൻ അവനോട് കൂടെ പോകുന്നതിന് അനുവാദം ചോദിച്ചു. എന്നാൽ യേശു അനുവദിച്ചില്ല. അവൻ പറഞ്ഞു, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക. കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. ഈ മനുഷ്യൻ യേശുവിൻ്റെ അരികിലേക്ക് വന്ന്, നീ എനിക്ക് തന്ന അനുഗ്രഹം, നീ എനിക്ക് നൽകിയ നന്മ വളരെ വലുതാണ്, ഞാൻ നിൻ്റെ ഒപ്പം വരട്ടെ എന്ന് ചോദിക്കുമ്പോഴും യേശു അനുവദിക്കുന്നില്ല. ഉടനെ വഞ്ചിയിൽ കയറി അവിടെ നിന്നും യാത്രയാവുകയാണ്. പ്രിയമുള്ളവരെ, തങ്ങളുടെ അരികിൽ നിന്നും പോകണം എന്ന് പറയുന്ന ഒരു ജനത്തിൻ്റെ ഒപ്പം ഒരിക്കലും ദൈവം ഒരു നിമിഷം കൂടുതൽ നിൽക്കുകയില്ല. തങ്ങൾക്ക് നിന്റെ സാന്നിധ്യം ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു ജനത്തെ അനുഗ്രഹിക്കാൻ നിൽക്കുന്ന ഒരു ദൈവം നമുക്കില്ല. യേശു എത്ര വേഗമാണ് ആ ദേശത്തു നിന്നും പിൻവാങ്ങുന്നത്. ഒരു പക്ഷേ ഈ ജനത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ തങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഭൗതിക സമ്പത്തിലേക്കായിരുന്നു. 2000-ഓളം പന്നികൾ ചത്തൊടുങ്ങി. അത് വലിയ ഒരു നഷ്ടമായി അവർ കണക്കാക്കുന്നു. പക്ഷേ തങ്ങൾക്ക് ലഭിച്ചത് ദൈവത്തെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് നഷ്ടപ്പെട്ടു. ദൈവമാണോ തങ്ങൾക്ക് നഷ്ടപ്പെട്ട ഭൗതിക സമ്പത്താണോ വലുത് എന്ന് വിവേചിച്ചറിയാൻ കഴിയാത്ത ഒരു ജനത്തെക്കുറിച്ചാണ് വചനം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക. പ്രിയമുള്ളവരെ, ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. ഈ ലോകത്തിലേക്ക്, ഭൗതിക സമ്പത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പതിയുമ്പോൾ ദൈവത്തെ മറന്നുപോകുന്ന, ദൈവ സാന്നിധ്യം വേണ്ടെന്ന് പറയുന്ന ഒരു ജനമായി പലപ്പോഴും നമ്മൾ മാറുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 15-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു,
ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എത്ര കൃത്യമായിട്ടാണ് തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുക. ഈ വചനം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ദൈവം പറയുന്ന ഒരു കാര്യമാണ്: ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. അതുതന്നെയാണ് ഈ മർക്കോസ് അറിയിച്ച സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൽ സംഭവിക്കുന്നത്. ലോകം നൽകുന്ന സൗഭാഗ്യങ്ങളിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന ഒരു ജനത്തിൻ്റെ അരികിൽ നിന്നും വിട പറഞ്ഞ് മാറിപ്പോകുന്ന ഒരു ദൈവം. ഇതൊരു പക്ഷേ നമ്മുടെ എല്ലാം അനുഭവമാണ്. നമ്മുടെയൊക്കെ ജീവിതം, നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ഭൗതികമായ സൗഭാഗ്യങ്ങൾ കൊണ്ട് നമ്മൾ നിറച്ചു വച്ചിരിക്കുകയാണ്. ഭൗതികമായതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന എത്രയോ മനുഷ്യർ നമ്മുടെ ചുറ്റിലുമുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം അവിടെ ഉണ്ട് എന്ന് ഉറപ്പില്ലെങ്കിൽ, ദൈവത്തിന് ഇടമൊരുക്കാതെയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നതെങ്കിൽ, ഇതെല്ലാം തകരുന്ന, ഒന്നൊഴിയാതെ നമ്മുടെ കൈകളിൽ നിന്നും ചോർന്നു പോകുന്ന ഒരു ദിവസം വരും. ഞാൻ ഓർക്കുകയാണ്, കുറേ നാളുകൾക്ക് മുൻപ് ഇവിടെ ഒരു വ്യക്തി പ്രാർത്ഥനയ്ക്കായിട്ട് വന്നു. ധ്യാനം കൂടാൻ വന്നതല്ല, പക്ഷേ ഒരു ദിവസം, ഒരു വ്യാഴാഴ്ച ദിവസം എൻ്റെ അരികിൽ വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ്. അച്ഛാ, ഞങ്ങൾ 3 പേർ ഒരുമിച്ച് ഒരു ബിസിനസ് തുടങ്ങി. ഏറെ മനോഹരമായിട്ട്, വളരെ ഭംഗിയായിട്ട് അത് മുൻപോട്ട് പോയി. ലാഭത്തിന് പുറത്ത് ലാഭം കൈവന്ന, നേട്ടത്തിന് പുറത്ത് നേട്ടം നേടിയ ചില ദിനങ്ങൾ. ഞാൻ ഓർത്തു, ഇത്രയധികം നന്നായിട്ട് ബിസിനസ് മുൻപോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ വ്യക്തി എന്തിനാണ് ഇവിടേക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് വന്നത് തന്നെ. ഉടനെ അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർത്തു, ഞാൻ ഇന്നിവിടെ വരാൻ ഒരു കാരണമുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ 53 കോടി രൂപ കടമുണ്ട്. ഇതെങ്ങനെ കൊടുത്തു വീട്ടണം എന്നറിയാതെ ബിസിനസ് എല്ലാം തകർന്നു നിൽക്കുന്ന, പുറത്തേക്ക് ഒരു വഴി കാണാതെ ഞങ്ങളെല്ലാം ഹൃദയം തകരുന്ന ഒരവസ്ഥയിലാണ്. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ മനുഷ്യനെ ഞാൻ വിട്ടു. ഇതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലും സംഭവിക്കും. ദൈവത്തിന് ഇടമൊരുക്കാതെ, ഒരു പക്ഷേ നേരിട്ടല്ലെങ്കിലും പരോക്ഷമായി എനിക്ക് നിന്റെ സാന്നിധ്യം ആവശ്യമില്ല എന്ന് പറയുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഒരിക്കലും അനുഗ്രഹം നിലനിൽക്കുകയില്ല. കൃപ ചോർന്നു പോകും. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായത്തിൽ 13 മുതലുള്ള തിരുവചനം നമുക്കെല്ലാം ഏറെ പരിചിതമായ ഒരു വചനഭാഗമാണ്. അവിടെയുള്ള തലക്കെട്ട് തന്നെ ഭോഷനായ ധനികൻ എന്നുള്ളതാണ്. അതായത്, തൻ്റെ കൃഷിയിടം ഒരുപാട് വിളവ് നൽകിയപ്പോൾ അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന, അതിനോട് മാത്രം ഹൃദയം ചേർത്ത് വയ്ക്കുന്ന ഒരു വ്യക്തി. ഇങ്ങനെയാണല്ലോ നമ്മൾ വായിക്കുക: എൻ്റെ അറപ്പുരകൾ പൊളിച്ച് ഞാൻ പുതിയവ പണിയും, എന്നിട്ടെൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവെ, അനേക വർഷത്തേക്ക് വേണ്ടത് നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു, വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. ഞാൻ ചിന്തിക്കാറുണ്ട്, ഒരു പക്ഷേ എല്ലാവരും പാപം ചെയ്യുന്നത് ശരീരത്തിലൂടെയാണല്ലോ. നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്ന പ്രലോഭനങ്ങളാണ് നമ്മുടെ ആത്മാവിനെ മലിനമാക്കുന്നത്. പക്ഷേ ഇവിടെ ഈ മനുഷ്യൻ ഒരു പടി കൂടി കടന്നാണ് പറയുക, ആത്മാവെ വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക, അനേക വർഷത്തേക്ക് വേണ്ടത് നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ലോകം നൽകിയ സൗഭാഗ്യങ്ങൾ കുമിഞ്ഞുകൂടിയപ്പോൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ, ജാഗ്രതയോടെ ജീവിക്കാൻ ശ്രമിക്കാതിരുന്ന ഒരു വ്യക്തി. നമുക്കറിയാം, ആ രാത്രിയിൽ തന്നെ ആ മനുഷ്യൻ ഒരു സ്വരം ശ്രവിച്ചു: ഇന്ന് നിന്റെ ആത്മാവിനെ ഞാൻ തിരികെ ആവശ്യപ്പെടും, നിന്റെ ജീവൻ തിരികെ ആവശ്യപ്പെടും. അപ്പോൾ ഈ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഒരു ഉത്തരം പോലും, ഒന്നും തിരികെ പറയാൻ അയാൾക്ക് കഴിഞ്ഞില്ല എന്നാണല്ലോ വചനം പങ്കുവയ്ക്കുക. പ്രിയമുള്ളവരെ, നമുക്കും ഒന്നും തിരികെ പറയാൻ കഴിയില്ല. ദൈവമില്ലാതെ യാത്ര ചെയ്യുന്ന, ദൈവത്തിന് ഇടം കൊടുക്കാതെ മുൻപോട്ട് പോകുന്ന കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ഇങ്ങനെ ഒരു സ്വരം ശ്രവിച്ചാൽ അതിന് മറുപടി പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ദൈവത്തെ സ്വന്തമാക്കാൻ കഴിയുക എന്നുള്ളതാണ്. ദൈവത്തെ സ്വന്തമാക്കി തമ്പുരാന് വേണ്ടി ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ്. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം
9-ാം അധ്യായം 51 മുതലുള്ള തിരുവചനങ്ങൾ. 9-ാം അധ്യായം 51 മുതലുള്ള തിരുവചനങ്ങൾ നമ്മോട് പറയുക യേശു ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്നതിനെ കുറിച്ചാണ്. അവിടെ മുതൽ ഒരു യാത്രാ വിവരണമാണ് ലൂക്ക അറിയിച്ച സുവിശേഷം. യേശു ജെറുസലേമിനെ ലക്ഷ്യം വെച്ച് നടന്നു നീങ്ങുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് സുവിശേഷകൻ നമ്മോട് പറയുക. ഇവിടെ നമ്മൾ ഇങ്ങനെ വായിക്കും: തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ അവൻ ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ചു. അവൻ തനിക്ക് മുൻപേ ഏതാനും ദൂതന്മാരെ അയച്ചു. അവന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ അവർ സമരിയായുടെ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നത് കൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു: കർത്താവെ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. ആദ്യം സംഭവിച്ചതുപോലെ തന്നെയുള്ള ഒന്നാണ് ഇവിടെയും നടക്കുക. യേശു സമരിയായിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ആ ജനം തമ്പുരാനെ സ്വീകരിക്കുന്നില്ല. പ്രിയമുള്ളവരെ, സമരിയ നമുക്കറിയാം, യഹൂദനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ദേശമാണ്. യഹൂദനായ യേശു കടന്നു ചെല്ലാൻ ഒരു സാധ്യതയുമില്ലാതിരുന്ന ഒരിടമാണ്. ഒരു പക്ഷേ അവിടെയുള്ള മനുഷ്യരെ യഹൂദർ ഒട്ടും പരിഗണിച്ചിരുന്നില്ല, അവർക്ക് യാതൊരു വിലയും കൽപ്പിച്ചിരുന്നില്ല എന്ന് തന്നെ ചരിത്രം നമ്മോട് പറയും. പക്ഷേ ഇതാ ദൈവപുത്രൻ അവരുടെ അരികിലേക്ക് കടന്നു ചെല്ലാൻ തീരുമാനിക്കുന്നു. ആ ഒറ്റപ്പെട്ട് കിടന്ന, അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന ജനത്തെ അനുഗ്രഹിക്കാൻ യേശു ആഗ്രഹിക്കുന്നു. പക്ഷേ വചനം പറയുന്നത് അവർ അവനെ സ്വീകരിച്ചില്ല എന്നാണ്. അവനെ സ്വീകരിക്കാത്ത ഇടത്തേക്ക് നിർബന്ധ ബുദ്ധിയോടെ കടന്നു ചെല്ലുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. കാരണം അവസാന തിരുവചനം പറയുന്നു, അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. ശിഷ്യന്മാർ കോപാകുലരായി. സംഭവിച്ചത് കണ്ട് അഗ്നി ഇറങ്ങി അവർ ദഹിച്ചു പോകട്ടെ എന്ന് പറയാൻ അവർ ആഗ്രഹിച്ചു. പക്ഷേ യേശു തടയുകയാണ് ചെയ്തത്. ആ ജനത്തിന് ലഭിച്ച ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് ദൈവസാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. യേശു അവരോടൊപ്പം കഴിഞ്ഞിരുന്നെങ്കിൽ ലഭിക്കാമായിരുന്ന അനുഗ്രഹങ്ങൾ നഷ്ടമായി എന്നുള്ളതാണ്. ഇതാ തമ്പുരാൻ അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് പോകുന്നു. ഇപ്രകാരം നാം അവനെ സ്വീകരിക്കാതെ വരുമ്പോൾ, തമ്പുരാനെ ഇടമൊരുക്കാതെ വരുമ്പോൾ, ഇത് തന്നെ നമ്മുടെ ജീവിതത്തിലും കുടുംബങ്ങളിലും സംഭവിക്കും. അവനെ സ്വീകരിക്കുന്ന ഇടങ്ങളിലേക്ക് പോകും. തമ്പുരാന് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ മനുഷ്യർ ഈ ലോകത്തുണ്ട്. ദൈവത്തിന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന എത്രയോ ജനങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. പ്രിയമുള്ളവരെ, ഒരു പക്ഷേ നമുക്ക് ഇതെല്ലാം ലഭിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ വില തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായം 54 മുതലുള്ള തിരുവചനങ്ങൾ. അവിടെയും ഇതുപോലെ നമ്മൾ വായിക്കും: സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ അവൻ പഠിപ്പിച്ചു. അവർ വിസ്മയഭരിതരായി ചോദിച്ചു, ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ? മറിയമല്ലേ ഇവൻ്റെ അമ്മ? ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. പിന്നെ ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? അവർക്ക് അവനിൽ ഇടർച്ചയുണ്ടായി. യേശു അവരോട് പറഞ്ഞു, പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല. അവരുടെ അവിശ്വാസ നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. വചനം വളരെ വ്യക്തമാണല്ലോ. അവരുടെ അവിശ്വാസ നിമിത്തം അവൻ അവിടെ അത്ഭുതങ്ങളൊന്നും പ്രവർത്തിച്ചില്ല. സ്വന്തം ദേശത്തേക്കാണ് തമ്പുരാൻ കടന്നു ചെല്ലുക. പക്ഷേ അവിടെയുള്ളവരും അവനെ സ്വീകരിക്കുന്നില്ല. നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. ഒരു കാര്യം നമുക്ക് ഒരുപാട് ലഭിച്ചു കഴിയുമ്പോൾ, നമ്മൾ അതിനോട് ഒരുപാട് ചേർന്ന് നിന്ന് കഴിയുമ്പോൾ, ഒരു പക്ഷേ അത് നമുക്ക് മടുക്കും, നമുക്ക് അത് വിലയില്ലാത്തതായി മാറും. അതുതന്നെയാണ് തമ്പുരാൻ്റെ കാര്യത്തിലും ചിലപ്പോഴൊക്കെ സംഭവിക്കുക. നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. യേശുവിനെ അനുഭവിക്കാൻ, യേശുവിനോട് ചേർന്ന് നിൽക്കാൻ ഒരുപാട് സാഹചര്യങ്ങൾ ലഭിക്കുന്നു. ചുറ്റിലും ദേവാലയങ്ങൾ, എപ്പോഴും പ്രാർത്ഥിക്കാൻ ഉള്ള അവസരങ്ങൾ. പ്രിയമുള്ളവരെ, ഇതൊക്കെ മൂലം അവൻ്റെ സാന്നിധ്യത്തെ വിലമതിക്കാത്ത മനുഷ്യരായി നമ്മൾ മാറുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ വിലമതിക്കുന്നില്ലെങ്കിൽ, അവനിൽ ഇടർച്ചയുണ്ടായാൽ, വിശ്വാസം ദൈവത്തിൽ അർപ്പിക്കുന്നില്ലെങ്കിൽ ഉടനെ അവൻ അവിടെ നിന്നും പോകും.
നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ വ്യക്തി ജീവിതത്തിന് വേണ്ടി ഒന്നും അത്ഭുതം പ്രവർത്തിക്കാൻ ദൈവം നിൽക്കുകയില്ല. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 8-ാം തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. എത്ര മനോഹരമായ വചനമാണ്. അവിടുന്ന് നമ്മോട് ചേർന്ന് നിൽക്കും. എപ്പോൾ? നാം അവിടുത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, അവന് വേണ്ടി നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഇടമൊരുക്കുമ്പോൾ. അങ്ങനെയുള്ള ജനത്തിനു വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനം നമുക്കേറെ പരിചിതമായ വചനമാണ്. ഇന്ന് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. ഉറപ്പാണ്. നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന, ഭൗതികമായ സൗഭാഗ്യങ്ങളൊക്കെ നീക്കിവെച്ച് അവന് വേണ്ടി ഇടമൊരുക്കുന്ന ഒരു ജനത്തിനു വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും. കുറേ നാളുകൾക്ക് മുൻപ് ഇവിടെ ഒരു പെൺകുട്ടി ധ്യാനിക്കാൻ വന്നു. ഞായറാഴ്ച ധ്യാനം ആരംഭിച്ചു. തിങ്കളാഴ്ച പ്രഭാതത്തിൽ തന്നെ അവൾ എൻ്റെ പക്കൽ വന്ന് പറഞ്ഞു, അച്ഛാ, എനിക്ക് വീട്ടിൽ പോകണം. ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്നും ഗ്രഹിക്കാനോ അത് ശ്രദ്ധിക്കാനോ ഉള്ള ഒരു മനസ്സ് എനിക്കില്ല. വചനം കേൾക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് മടങ്ങിപ്പോകണം. തൊട്ടുപിറകെ അവളുടെ അമ്മയും വന്നു. ഈ അമ്മ കണ്ണുനീരൊഴുക്കുകയാണ്. മോളെ, എനിക്ക് വേണ്ടിയെങ്കിലും നീ ഇവിടെ നിന്ന് ഈ ധ്യാനത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അവൾ ശ്രവിക്കാൻ കൂട്ടാക്കുന്നില്ല. എന്നോട് പറഞ്ഞു, അമ്മ എൻ്റെ ഒപ്പം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ പ്രശ്നമല്ല, എനിക്ക് തിരികെ പോകണം. ഇടയ്ക്കെപ്പോഴും അമ്മ പറയുന്നത് ഞാൻ കേട്ടു, നിന്റെ ജോലി മേഖലയിലും ദൈവം നിന്നെ ഇത്രമാത്രം അനുഗ്രഹിച്ചില്ലേ, നിനക്കിവിടെ നിന്നുകൂടെ? ഞാൻ ചോദിച്ചു, എന്താണ് ജോലി? അവളൊരു ഡോക്ടറായിരുന്നു. ഡോക്ടറായി പഠിച്ചിറങ്ങി ആ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി. അവസാനം ഇങ്ങനെ അവൾ സമ്മതിച്ചു, ഞാനിവിടെ നിൽക്കാം, പക്ഷേ ധ്യാനം കൂടാൻ പറ്റില്ല, വചനം ശ്രവിക്കാൻ എനിക്ക് സാധിക്കില്ല. അവൾ ആ 3-4 ദിവസവും ഇവിടെ നിന്നു. ഒരു വചനം പോലും ശ്രവിച്ചില്ല, ധ്യാനത്തിൽ പങ്കെടുത്തില്ല. അവസാനം അമ്മയോടൊപ്പം തിരികെ വീട്ടിലേക്ക് പോയി. അപ്പോഴും ആ മാതൃഹൃദയം വിങ്ങുന്നുണ്ടായിരുന്നു. ആ അമ്മ കണ്ണുനീർ പൊഴിക്കുന്നുണ്ടായിരുന്നു ഈ മകളെ ഓർത്ത്. പ്രിയമുള്ളവരെ, അനുഗ്രഹങ്ങൾ ദൈവം തരുമ്പോൾ, ജീവിതത്തിൽ സൗഭാഗ്യവും ഭദ്രതയും വന്ന് നിറയുമ്പോൾ, തമ്പുരാനെ ശ്രവിക്കാൻ കഴിയില്ലെന്ന്, അവന് ഇടം കൊടുക്കാൻ കഴിയില്ലെന്ന് പറയുന്ന വ്യക്തികളായി നമ്മൾ മാറുന്നുണ്ടെങ്കിൽ ജാഗ്രതയോടുകൂടി ജീവിക്കണം. കാരണം ഈ ലോകം നൽകുന്നതൊന്നും, നാം ഇന്ന് കാണുന്ന സൗഭാഗ്യങ്ങളൊന്നും നമുക്ക് ശാശ്വതമായ ആനന്ദം, ശാശ്വതമായ അനുഗ്രഹം നൽകില്ല. അത് നൽകാൻ കഴിയുന്നത് നമ്മുടെ അരികിലേക്ക് വരുന്ന തമ്പുരാന് മാത്രമാണ്, യേശുവിന് മാത്രമാണ്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം 7-ാം തിരുവചനം, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അരികിലുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? പ്രിയമുള്ളവരെ, ദൈവം ഇത്ര അരികിലുള്ള മറ്റൊരു ജനത ഈ ഭൂമിയിലില്ല. ഇതാ ദൈവം നിന്റെ കുടുംബത്തിൽ, നിന്റെ വ്യക്തി ജീവിതത്തിൽ കടന്നു വന്ന് നിന്നെ അനുഗ്രഹിക്കാൻ കാത്തു നിൽക്കുന്നു. എനിക്ക് വേണ്ട എന്ന് പറയരുത്. അവന് വേണ്ടി ഇടമൊരുക്കി അവൻ്റെ കരം വെച്ച് അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുക. തമ്പുരാൻ ഉറപ്പായും നമ്മെ കരുണയോടുകൂടി കാണും. വലിയ അത്ഭുതങ്ങൾ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും വേണ്ടി ചെയ്യും. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.